എൻ്റെ കണ്ണ് നിറഞ്ഞു. സാധാരണ എൻ്റെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ ബിക്കോസ് നമ്മൾ ആ പ്രോസസ്സിലുള്ളതുകൊണ്ട് നല്ലൊരു മെസ്സേജൊക്കെ നൽകുന്ന പടമാണ്. ടീമിനെ അറിയാമല്ലോ, ജോൻ ജെ 18+ ടീമിൻ്റെ പടമാണ്, രവിശേട്ടൻ്റെ പടമാണ്. പിള്ളേർക്കും ഫാമിലിക്കും ഒക്കെ ഇഷ്ടപ്പെടും. എല്ലാ അച്ഛനമ്മമാർക്കും എല്ലാവർക്കും കണക്ട് ആവുന്നൊരു പടം അത് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണാം. എന്തായാലും എല്ലാവർക്കും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. നമ്മൾ അവെയർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് സിനിമ കാണാം. ക്ലൈമാക്സിലുള്ള ഇമോഷണൽ സീൻസൊക്കെ ഭയങ്കര രസമുണ്ട്. വീണ ചേച്ചിയുടെ ഞാൻ കണ്ടില്ല, പറയണം എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞു. സാധാരണ എൻ്റെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ ബിക്കോസ് നമ്മൾ ആ പ്രോസസ്സിലുള്ളതുകൊണ്ട് ആ ഓഡിയൻസിന് കാണുമ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇത് മേ ബി ബിക്കോസ് ഞങ്ങൾ ഈ ഫ്ലാഷ് ബാക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഷൂട്ട് ഞാൻ പ്രോസസ്സ് കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ഒരു ഫൺ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. നല്ലൊരു മെസ്സേജൊക്കെ നൽകുന്ന പടമാണ്. ടീമിനെ അറിയാമല്ലോ, ജോൻ ജെ 18+ ടീമിൻ്റെ പടമാണ്, രവിശേട്ടൻ്റെ പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഒരു ക്യാരക്ടറാണ്, ഹീറോൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് വരുന്നത്. ഒരു പ്രോമിസിങ് ഫിലിം തന്നെയാണ്. എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും. ഒരു 2000 ബാച്ചിനൊക്കെ നല്ല റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ ഒരു 10, 35, 40 വയസ്സുള്ള ആൾക്കാർക്ക് അവരുടെ പഴയ കുട്ടിക്കാലം കാണുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം അവരുടെ പഴയ നൊസ്റ്റാൾജിയുടെ ഈ ബുക്കിൻ്റെ ഒരു സംഭവങ്ങളെല്ലാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ കൊച്ചു പടത്തിനെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പടം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പഴയ സ്കൂൾ കാലഘട്ടവും ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും ഒക്കെ തമ്മിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. പിള്ളേർക്കും ഫാമിലിക്കും ഒക്കെ ഇഷ്ടപ്പെടും. എല്ലാ അച്ഛനമ്മമാർക്കും എല്ലാവർക്കും കണക്ട് ആവുന്നൊരു പടം അത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. എല്ലാവരും വന്ന് കാണണം. ലൈക്ക് ബോയ്സിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. അപ്പം അടിപൊളി നല്ലൊരു മൂവിയാണ്. ഫസ്റ്റ് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണാം. എന്തായാലും എല്ലാവർക്കും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. ഇതൊരു നമ്മൾ അവെയർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് സിനിമ കാണാം. സിനിമ നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, ചെറിയൊരു അവയർനെസ് ഉണ്ടാവും നമുക്ക്. ശരിയാണല്ലോ എന്നിട്ടോ കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇനി അത് കാലങ്ങളായിട്ട് തുടരുകയും ചെയ്യും. ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ രൂക്ഷമായിട്ട് ഈ അവയർനെസ് ഉണ്ടാവണമെന്ന് ഉറപ്പായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ പിള്ളേരും കുഴപ്പങ്ങൾ കുറേ ഉണ്ടാവും. വളരെ റെലവൻ്റായ സബ്ജക്റ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും കാലമായിട്ടും മാറാത്തതും എന്താ പറയുക, ഇനി മാറേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ അത് വളരെ നല്ലൊരു മെസ്സേജും കൂടി തരുന്നൊരു പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഇരുന്ന് കാണുന്നു പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഷൂട്ടൊക്കെ വിചാരിച്ചവനേക്കാളും സ്പീഡിൽ തീർന്നിട്ടുള്ളൂ. ഒരിക്കലും ഒരു പിള്ളേരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെയും കുറച്ചൊക്കെ ഡബ്ബിങ് പരിപാടി വന്നപ്പോഴാണ് കുറച്ച് ഒരു സമയമെടുത്തത്. പക്ഷെ അത് സമയമെടുത്ത് തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വർക്കാവില്ല. അത് കുഴപ്പമില്ല. ബാക്കിയെല്ലാം നമ്മൾ എല്ലാ ഏരിയയിലും നന്നായി ചെയ്യുന്നു. നമുക്ക് ഒരേപോലെ ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. എന്നാലും കൂടുതലും ബോയ്സിനായിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 2 കാലഘട്ടമാണ്. പാസ്റ്റും ഉണ്ട്, 2001 ഉണ്ട്, പ്രസൻറ്റും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പഴയകാല കുറേ പ്രണയവും പിന്നെ ഇപ്പോഴത്തെ ഹോർമോൺ ചേഞ്ചസിൽ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളും പിന്നെ പറയണ്ടല്ലോ, സമാധാന പുസ്തകം പോലെ തന്നെ സമാധാനം തരുന്നൊരു കഥയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. റിലീസായിട്ടുണ്ട്. OTT വരാൻ വേണ്ടി